എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശോഭന രാജീവൻ, മൈൻഡ് പവർ ഓഫ് മലബാറീസ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്ക് ഹാപ്പിനെസ് ഹോർമോണിനെ കുറിച്ചാണ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം. അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ്. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്കറിയാവുന്നതുപോലെ 4 ഹാപ്പി ഹോർമോൺസാണുള്ളത്. അതിനെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഡോപ്പോമിൻ, രണ്ടാമത്തത് ഓക്സിറ്റോസിൻ, മൂന്നാമത്തത് സെറട്ടോൺ, നാലാമത്തത് എൻഡോർഫിൻ. ഇത് നമ്മൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഡോസ് എന്നൊരു വേർഡിൽ നമുക്ക് ആലോചിക്കാം. ഓക്കെ, മെമ്മറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോസ്. അപ്പോൾ ഡി ഫോർ ഡോപ്പോമിൻ. അപ്പോൾ ഡോപ്പോമിൻ എന്ന് വെച്ചാൽ ഒരു റിവാർഡ് ഹോർമോണാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങളുടെ വീട്ടിലെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, നിങ്ങളെ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഈവൻ ഒരു അത്ലറ്റ് ആണെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഇങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഡോപ്പോമിൻ. അതിൽ കൂടെ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഫീലിങ്സ് വരുന്ന ഒരു 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 ഉന്മേഷമില്ലേ, ഒരു ഉന്മാദമില്ലേ, അതാണ് ഡോപ്പോമിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് അനുഭവിക്കാനിടയാവുന്നത്. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട്, പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വർക്ക് മോഡിൽ ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുക, നമ്മൾ ഒരു ഹൈജീനിക്കായിട്ട് ജീവിക്കുക, നമ്മളെ വീടിനെ നന്നായിട്ട് വൃത്തിയിൽ സൂക്ഷിക്കുക, നമ്മളെ ഡോക്യുമെൻറ്റേഷനൊക്കെ മീൻസ് അതിൻ്റെ വേ ഓഫ് ടെക്നോളജി പ്രകാരം ഉപയോഗിക്കുക, നമ്മളെ ബിഹേവിയർ, നമ്മളൊരാളോട് പിന്നെ ഇടപെടുന്ന രീതികൾ, അതിനകത്തൊക്കെ ഒരു കൃത്യനിഷ്ഠത ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ആത്മനിർവൃത്തിയാണ്, ആ ഒരു ഹോർമോണാണ് ഡോപ്പോമിൻ എന്ന് പറയുന്നത്. ഇത് ഒന്നിലും ഒരു അഡിക്ഷൻ ആവാൻ പാടില്ല, കാരണം ഇത് അഡിക്റ്റഡ് ഹോർമോണാണ്. ഈവൻ ഇപ്പം ഒരു മദ്യപിക്കുന്ന ഒരാളാകുമ്പം ഒരു ജസ്റ്റ് അവർ കുടിച്ചു കഴിഞ്ഞ് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടി, അപ്പം ഇത് ഹാബിച്വലായിട്ട് പോകുമ്പം എന്താ ചെയ്യുക, തുടർച്ചയായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഈവൻ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ഒരു സിഗരറ്റ് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് കിട്ടുന്നു, അപ്പോൾ വീണ്ടും ഹാപ്പിനെസ് വേണമെന്ന് പറയുമ്പോൾ അടുത്ത സിഗരറ്റിനെ ആശ്രയിക്കും. അപ്പോൾ അങ്ങനെ അഡിക്റ്റഡ് ഹോർമോണാണ്. നമുക്ക് ഗുണങ്ങളുള്ളത് എന്താണ്, ഗുണമില്ലാത്തത് എന്താണ്, അത് നോക്കിയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഓവറായി കഴിഞ്ഞാൽ എല്ലാം എന്താ പറയുക, അമൃതും വിഷമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ റിവാർഡ് ഹോർമോണിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഓക്സിറ്റോസിനാണ്. ഓക്സിറ്റോസിൻ എന്ന് വെച്ചാൽ അതിനെ മെയിനായിട്ട് പറയുന്നത് ലവ് ഹോർമോൺ എന്നാണ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ ഒന്ന് ഹഗ് ചെയ്യാം, നമ്മൾ പാരൻസിനെ ഒന്ന് കെയർ ചെയ്യാം. ഇപ്പം ഹസ്ബൻഡ് വൈഫുള്ള റിലേഷൻ, കുട്ടികൾ അമ്മയും തമ്മിലുള്ള റിലേഷൻ, ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻ, അപ്പോൾ ഒരു ചാരിറ്റി നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി. ഇപ്പം ഡോക്ടേഴ്സ്, നേഴ്സസ്, കൃഷിക്കാർ, മീൻസ് അവരൊക്കെ അവരെ വർക്ക് ചെയ്ത് അതിൽ നിന്ന് വിള കിട്ടുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ്, ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിച്ച് അവരുടെ രോഗം മാറുമ്പോൾ അവർക്കൊരു സന്തോഷം, ആ കിട്ടുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പം ഓക്സിറ്റോസിൻ നമുക്ക് നിറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ചാരിറ്റി ചെയ്യാം, റിലേഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, നല്ല ബന്ധങ്ങളുണ്ടാക്കുക, അതെപ്പോഴും ഓർക്കുക. നെക്സ്റ്റാണ് സെറട്ടോൺ. സെറട്ടോൺ എന്ന് വെച്ചാൽ നമുക്ക് മെഡിറ്റേഷൻ, വ്യായാമം, ഇങ്ങനെ ത്രൂ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടി കിട്ടുന്ന ഒരു, അതായത് ഡിപ്രഷനുള്ള രോഗികൾക്കൊക്കെ കൊടുക്കുന്ന മരുന്ന് സെറട്ടോണിൻ്റെ പേരിലാണ് അറിയപ്പെടുക. അതിൻ്റെ ഓരോ ഗ്രേഡ് 1, ഗ്രേഡ് 3 അങ്ങനെ ഒരു ലെവലുണ്ട്. അപ്പം ഡിപ്രഷൻ മൂഡിനെ മാറ്റാൻ പറ്റുന്ന ഒരു ഹോർമോണാണ് സെറട്ടോൺ. അപ്പം സ്പോർട്സ്, കായിക താരങ്ങൾക്കൊക്കെ അത് നന്നായിട്ടുണ്ടാവും. മെഡിറ്റേഷനിൽ കൂടിയൊക്കെ നമുക്കത് ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സെറട്ടോൺ നല്ലൊരു ടോണിക്കാണ്, അത് നന്നായിട്ട് നമ്മൾ ചിന്തിക്കാം. ലാസ്റ്റാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് ഏതൊരു വസ്തുതയും നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാം, ഒരു സ്ഥിരതയുള്ള എന്തും, നമ്മുടെ റൊട്ടീനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിനൊരു തുടർച്ച ഉണ്ടാവണം. അപ്പോൾ ആദ്യ വഴിക്ക് വെച്ച് നിർത്തരുത്. ഒരു എന്താ പറയുക, പെയിൻ ഹോർമോൺ എന്ന് തന്നെ പറയാം. അത് നമ്മുടെ വേദനകളെ മാറ്റാൻ പറ്റുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ.
അപ്പോൾ എൻഡോർഫിൻ പ്രത്യേകം നമുക്ക് വ്യായാമത്തിൽ കൂടി മെഡിറ്റേഷൻസിൽ കൂടി ഇങ്ങനെയുള്ള വസ്തുതയിൽ കൂടിയൊക്കെ നമുക്ക് അത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഓർക്കുക, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡോസ് എന്നാണ് ഈ ഹോർമോണ്, ഹാപ്പി ഹോർമോൺ പറയുക. റിവാർഡ് ഹോർമോണാണ് ഡോപ്പോമിൻ, ഡോസിൽ ഡി. ഈ ആണ് എൻഡോർഫിൻ. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോണാണ്. സെറട്ടോൺ നമുക്ക് എന്താ പറയുക, ഡിപ്രഷൻ മൂഡിനെ മാറ്റുന്ന ഹോർമോണാണ്. ലാസ്റ്റ് എൻഡോർഫിൻ എന്താണ്, നമുക്ക് പെയിൻ ഹോർമോൺ, അതിനെ കുറക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഓർക്കുക, നിങ്ങൾക്ക് ഡിപ്രഷൻ മൂഡ് ഉണ്ടെങ്കിൽ, അങ്ങനെ ചിന്തകൾ, ഓവർ തിങ്കിങ് നിങ്ങളുടെ പ്രവൃത്തികളിൽ, നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഓർഡറിങ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോർമോൺ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇത് നല്ലതാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഡോസ് എപ്പോഴും കൂട്ടി ലൈഫിന് നന്നായിട്ട് ചിറപ്പ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സൈനിങ് ഔട്ട്, ശോഭന രാജീവൻ.